ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മളിന്ന് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ മെത്തേഡിലേക്കാണ് കിടക്കുന്നത്. മൂന്നാമത്തെ മെത്തേഡിൻ്റെ പേര് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്നാണ്. VAM അഥവാ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന മൂന്നാമത്തെ മെത്തേഡിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എന്താണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് നോക്കാം. വോഗൽസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റുമായിട്ടാണ് വോഗൽസ് മെത്തേഡ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഫോർഗോൺ ഓപ്പർച്യൂണിറ്റീസ് ഓർ പെനാൽറ്റീസ്. ഓപ്പർച്യൂണിറ്റികളോ പെനാൽറ്റീസോ ഫോർഗോൺ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി ഫോർഗോൺ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് പ്രകാരം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഫൈൻഡ് ദ പെനാൽറ്റി കോസ്റ്റ്, നെയിംലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്മാളസ്റ്റ് ആൻഡ് ദ നെക്സ്റ്റ് സ്മാളസ്റ്റ് കോസ്റ്റ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം. ഓരോ റോയിലും കോളത്തിലുമുള്ള സ്മാളസ്റ്റും നെക്സ്റ്റ് സ്മാളസ്റ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ പെനാൽറ്റി കോസ്റ്റ് എന്ന് പറയും. അതായത് ഓരോ റോയിലെയും കോളത്തിലെയും സ്മാളസ്റ്റ് കോസ്റ്റും നെക്സ്റ്റ് സ്മാളസ്റ്റ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ പെനാൽറ്റി കോസ്റ്റ് എന്ന് പറയും. എമംഗ് ദ പെനാൽറ്റി ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1 സെലക്ട് ദ മാക്സിമം പെനാൽറ്റി. ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിക്കഴിഞ്ഞ പെനാൽറ്റിയിൽ നിന്നും മാക്സിമം പെനാൽറ്റി സെലക്ട് ചെയ്യുക. ഇഫ് ദർ ഈസ് എ ടൈ എമംഗ് ഓർ റിലേറ്റ് വിത്ത് മാക്സിമം പെനാൽറ്റി, മാക്സിമം പെനാൽറ്റിയിൽ ഒരു ടൈ വന്നു കഴിഞ്ഞാൽ സെലക്ട് 1 ആർബിട്രറി. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് ആർബിട്രറി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എമംഗ് ദ പെനാൽറ്റി ഫൗണ്ട് ഇൻ സ്റ്റെപ്പ് 1 സെലക്ട് ദ മാക്സിമം പെനാൽറ്റി. സ്റ്റെപ്പ് 1ലുള്ള പെനാൽറ്റിയിൽ നിന്നും മാക്സിമം പെനാൽറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇഫ് ദർ ഈസ് എ ടൈ എമംഗ് ഓർ റിലേറ്റ് വിത്ത് മാക്സിമം പെനാൽറ്റി, മാക്സിമം പെനാൽറ്റിയിൽ ഏതെങ്കിലും ഒരു ടൈ അല്ലെങ്കിൽ റിലേഷൻസ് വന്നു കഴിഞ്ഞാൽ സെലക്ട് ഓൺലി 1 ആർബിട്രറി. ആർബിട്രറി ആയിട്ട് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യുക. മൂന്നാമത് ഫ്രം ദ സെലക്റ്റഡ് കോളം ഓർ റോ ആസ് പെർ ദ സ്റ്റെപ്പ് 2 ഫൈൻഡ് ഔട്ട് ദ സെൽ വിച്ച് ഈസ് ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ്. അതായത് സ്റ്റെപ്പ് 2 പ്രകാരം കിട്ടിയിട്ടുള്ള സെലക്റ്റഡ് കോളത്തിൽ നിന്നും റോയിൽ നിന്നും ഫൈൻഡ് ഔട്ട് ദ സെൽ വിച്ച് ഈസ് ഹാവിങ് ലോവസ്റ്റ് കോസ്റ്റ് ഉള്ള സെല്ലിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആസ് മച്ച് ആസ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു ദിസ് സെൽ ബൈ കൺസിഡറിങ് ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും കൺസിഡർ ചെയ്തിട്ട് ഈ സെല്ലിലേക്ക് ആസ് മച്ച് ആസ് ക്വാണ്ടിറ്റി അലോക്കേറ്റ് ചെയ്യുക. ഇനി ഫോർത്ത് വൺ പറയുന്നത് ദ കോളം ഓർ റോ വിച്ച് ഈസ് എക്സ്ഹോസ്റ്റഡ് ഈസ് ടു ബി ഡിലീറ്റഡ്. എക്സ്ഹോസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കോളത്തിനെയോ റോയിനെയോ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ദ എബവ് സ്റ്റെപ്സ് ഈസ് ടു ബി കണ്ടിന്യൂഡ് ടിൽ ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ കിട്ടുന്നത് വരെ ഈ സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഇഫ് കോളം ഈസ് എക്സ്ഹോസ്റ്റഡ് ദെൻ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ റോ പെനാൽറ്റി ആൻഡ് വൈസ് വേഴ്സ. അതായത് കോളം എക്സ്ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോ പെനാൽറ്റിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, അതുപോലെ തന്നെ തിരിച്ചും റോ എക്സ്ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോളം പെനാൽറ്റിയിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രോബ്ലം നോക്കുക. ഫസ്റ്റ് പ്രോബ്ലമാണ് ഇല്ലുസ്ട്രേഷൻ 3 എന്ന് പറയുന്നത്. ഈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ്. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഫൈൻഡ് ഔട്ട് ദ ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ബൈ യൂസിങ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് ഒറിജിൻ ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ട്. ഒറിജിൻ എന്ന് പറയുന്നത് O1 O2 O3, ഡെസ്റ്റിനേഷൻ D1 D2 D3 D4. O1ൻ്റെ 22 26 34 28, O2ൻ്റെ 32 36 28 20, O3യുടെ 42 48 26 20. സപ്ലൈ എന്ന് പറയുന്നത് 500 600 800, ഡിമാൻഡ് 400 450 550 500 1900. ഇനി സൊല്യൂഷൻ പറയുന്നത് ദ ടേബിൾ ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ സപ്ലൈ ഈസ് 1900. 1900 ടോട്ടൽ സപ്ലൈ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടോട്ടൽ ഡിമാൻഡ് ഈസ് 1900. 1900 ടോട്ടൽ ഡിമാൻഡും. ടോട്ടൽ സപ്ലൈ 1900, ടോട്ടൽ ഡിമാൻഡും 1900. സോ സിഗ്മ DI ഈസ് ഈക്വൽ ടു സിഗ്മ SJ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1900. സിഗ്മ DIയും സിഗ്മ SJയും 1900 ആയിട്ട് നമുക്ക് കിട്ടി. സോ ദർ എക്സിസ്റ്റ് എ ഫീസിബിൾ സൊല്യൂഷൻ. അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ദ ലീസ്റ്റ് കോസ്റ്റ് ഇൻ റോ 1 ഈസ് 22 ആൻഡ് 26. അതായത് ആദ്യത്തെ റോയിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണ് നോക്കുക. ആദ്യത്തെ റോയിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, 22ഉം 26ഉം ആണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിനെ നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 26 മൈനസ് 22 4 ആദ്യത്തെ പെനാൽറ്റി. അതേപോലെ തന്നെ സെക്കൻഡ് റോ നോക്കുക. അവിടെ 28ഉം 20ഉം ആണ് ഏറ്റവും സ്മാളസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ 28-ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ 8 ആയിരിക്കും അവൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത്. ഇനി തേർഡ് റോ നോക്കുക, അവിടെ 26ഉം 20ഉമാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. സോ ദ പെനാൽറ്റി എന്ന് പറയുന്നത് 26 - 20 6. ഇനി കോളം വൈസ് നമ്മൾ നോക്കുക. ഇപ്പോൾ നമ്മൾ റോ വൈസ് നോക്കി, ഇനി കോളം വൈസ് നോക്കുക. ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 22ഉം തൊട്ട് മുകളിൽ വരുന്ന 32. അപ്പോൾ 32-ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ 10. സെക്കൻഡ് കോളത്തിൽ P1 എന്ന് പറയുന്നത് 36ഉം 26ആണ്. 36 - 26 10. തേർഡ് കോളത്തിൽ 28ഉം 26ആണ്. അപ്പോൾ 28 - 26 2. ഫോർത്ത് കോളത്തിൽ 20ഉം 20ആണ്. 20 - 20 0. ദെർഫോർ ദ മാക്സിമം പെനാൽറ്റി എമംഗ് കോളം ആൻഡ് റോ ഈസ് 10. അപ്പോൾ കോളത്തിലും റോയിലും കൂടെ വരുന്ന മാക്സിമം പെനാൽറ്റി എന്ന് പറയുന്നത് 10 ആണ്. ദർ ആർ 2 കോളംസ് വിത്ത് പെനാൽറ്റി ഓഫ് 10. പക്ഷേ 2 കോളംസ് ഉണ്ട്, 10 പെനാൽറ്റി ആയിട്ട് വരുന്ന 2 കോളംസ് ഉണ്ട്. സോ വി ക്യാൻ സെലക്ട് 1 കോളം ആർബിട്രറിലി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോളത്തിനെ ആർബിട്രറിലി സെലക്ട് ചെയ്യുക. സോ വി ക്യാൻ സെലക്ട് 1 കോളം ആർബിട്രറിലി. ലെറ്റസ് ടേക്ക് ദ സെൽ ഹാവിങ് ദ ലീസ്റ്റ് O1 D1. അതായത് ലീസ്റ്റ് ഉള്ള സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് നമ്മൾ എന്ത് പറയും, O1 D1 എന്നതാണ് ആദ്യത്തെ സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അലോക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വരും, അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ 22, 26, 34, 28, 32, 36, 28, 20, 42, 48, 26, 20, 500, 600, 800, 400, 450, 550, 500. P1 എന്ന് പറയുന്നത് 10, 10, 2, 0. അപ്പോൾ ലീസ്റ്റ് ആയിട്ടുള്ളത് ഏത് വെച്ചാൽ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുക. 400 ഡിമാൻഡും ഉണ്ട്, 500 സപ്ലൈ ഉണ്ട്. 500 സപ്ലൈ ഉണ്ട്, 400 ഡിമാൻഡും ഉണ്ട്. അപ്പോൾ 500 സപ്ലൈ നമുക്ക് 400 ഡിമാൻഡ് നമുക്ക് 500 സപ്ലൈ കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു, ആ 400 ഡിമാൻഡും ആദ്യമായിട്ട് ഫസ്റ്റ് സെല്ലിൽ നമ്മൾ കൊടുത്തു തീർത്തു. അപ്പോൾ 400 ഈസ് അലോക്കേറ്റഡ് ടു ദ സെൽ O1 D1. സെൽ O1 D1ൽ നമ്മൾ 400 എന്നുള്ളത് അലോക്കേറ്റ് ചെയ്തു. ദെൻ ദാറ്റ് കോളം ഈസ് ടു ബി എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഡിലീറ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കോളം എന്നുള്ളത് നമ്മൾ എക്സ്ഹോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു. ദ ബാലൻസ് ഇൻ സപ്ലൈ ഈസ് 100. ബാലൻസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും, അപ്പോൾ 100 ആയിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അലോക്കേഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് D1 എന്നുള്ള കോളം അവിടെ എക്സ്ഹോസ്റ്റ് ചെയ്യപ്പെട്ടു. കാരണം ഡിമാൻഡാണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് നമ്മൾ D1 എന്നുള്ള കോളത്തിന് നമ്മളവിടെ എക്സ്ഹോസ്റ്റ് ചെയ്തു. സപ്ലൈ ആണ് കുറവെന്നുണ്ടെങ്കിൽ നമ്മൾ O1 എന്നുള്ള റോയിനായിരിക്കും എക്സ്ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ തിരിച്ചായതുകൊണ്ട് നമ്മൾ D1 എന്നുള്ള കോളത്തിന് എക്സ്ഹോസ്റ്റ് ചെയ്തു. ഇനി അലോക്കേഷൻ 2 നോക്കുക. D2, D3, D4. അപ്പോൾ 3 കോളങ്ങളേ ഉള്ളൂ. റോ എന്ന് പറയുന്നത് O1, O2, O3 3 വരുന്നത്. അപ്പോൾ അത് 26, 34, 28, 36, 28, 20, 48, 26, 20. അത് 100, 600, 800 വരും. അപ്പോൾ ആ 100 സപ്ലൈയും ഡിമാൻഡ് 450, 550, 500. P2 എന്ന് പറയുന്നത് 10, 2, 0. P2 എന്ന് പറയുന്നത് അവിടെ 2, 8, 6 ഇങ്ങനെയാണ് വരിക. P2 എന്ന് പറയുന്നത് 10, 2, 0. മറ്റേതിൽ P2 എന്ന് പറയുന്നത് 2, 8, 6. അപ്പോൾ നമ്മൾ 100 സപ്ലൈയും 450 ഡിമാൻഡും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 100 സപ്ലൈ മുഴുവനായിട്ട് കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുക. ആ 100 സപ്ലൈ നമ്മൾ മുഴുവനായിട്ട് 450 ഡിമാൻഡിൽ 100 സപ്ലൈ മുഴുവനായിട്ട് കൊടുത്ത് തീർക്കുക ചെയ്യുക. അപ്പോൾ ആ 100 സപ്ലൈ എന്നുള്ളത് മുഴുവനായിട്ട് എന്ത് ചെയ്തു, കൊടുത്ത് തീർക്കപ്പെട്ടു. അപ്പോൾ O1 എന്നുള്ള റോ നമ്മളുടെ കയ്യിൽ നിന്നും ഔട്ടായി. അപ്പോൾ 100 ഈസ് അലോക്കേറ്റഡ് ടു ദ സെൽ O1 D2. O1 D2 എന്നുള്ള സെല്ലിലേക്ക് 100 എന്നുള്ളത് അലോക്കേറ്റ് ചെയ്തു. ദെൻ ദാറ്റ് റോ ഈസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഡിലീറ്റഡ്. അപ്പോൾ ആ റോ എന്നുള്ളത് എക്സ്ഹോസ്റ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ദ റെസിജ്വൽ മെട്രിക്സ് ടേബിൾ ഈസ് ഗിവൻ ബിലോ. അതിൻ്റെ മെട്രിക്സ് ടേബിൾ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഇരിക്കും, അലോക്കേഷൻ 3 നോക്കുക. D2, D3, D4. അപ്പോൾ 2 റോയേ ഉള്ളൂ, O2ഉം O3യും. 36, 28, 20, 48, 26, 20. സപ്ലൈ എന്ന് പറയുന്നത് 600, 800. ഡിമാൻഡ് എന്ന് പറയുന്നത് 450-ൽ നിന്ന് 100 പോയാൽ ബാക്കി 350, പിന്നെ 550, 500. P3 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 12, 2, 0 ആയിരിക്കും. ഇതേപോലെ തന്നെ അവിടെയും കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ P3 എന്ന് പറയുന്നത് 8, 6 ആയിട്ട് മാറും. 8, 6 ആയിട്ട് മാറും. 10ഉം 2ഉം 12 ആയിട്ട് അവിടെ വരുന്ന അർത്ഥം. പിന്നെ അതുപോലെ തന്നെ 8, 6, 8, 6 ആയിട്ടും വരും. ഇനി പെനാൽറ്റി കോളം ആൻഡ് റോ ചേഞ്ചസ് വെൻ ടേബിൾ ചേഞ്ചസ്. ദ മാക്സിമം P3 ഈസ് 12. മാക്സിമം P3 എന്നത് 12. സോ ദ ലോവസ്റ്റ് കോസ്റ്റ് ഇൻ D2 ഈസ് സെലക്റ്റഡ്. D2ലെ ലോവസ്റ്റ് കോസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. ദ ക്വാണ്ടിറ്റി ഈസ് അലോക്കേറ്റഡ് ഇൻ O2 D2 സെൽ. അപ്പോൾ ക്വാണ്ടിറ്റി എന്നുള്ളത് നമ്മൾ O2 D2 സെല്ലിൽ അലോക്കേറ്റ് ചെയ്യും. ഇൻ അലോക്കേഷൻ 4 ദ മാക്സിമം P4 ഈസ് ഈക്വൽ ടു 8. മാക്സിമം P4 എന്നുള്ളത് 8 ആണ്. സോ O2 D4 സെൽ ഈസ് സെലക്റ്റഡ്. അപ്പോൾ നമ്മൾ O2 D4 എന്നുള്ള സെല്ലിനെ നമ്മൾ സെലക്ട് ചെയ്യും. D4 സെൽ ഈസ് സെലക്റ്റഡ്.
250 ഈസ് അലോക്കേറ്റഡ് ഇൻ ദാറ്റ് സെൽ. ആ സെല്ലിൽ നമ്മൾ 250 എന്നുള്ളത് അലോക്കേറ്റ് ചെയ്യും. റോ O2 ഈസ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ഡിലീറ്റഡ്. റോ O2നെ നമ്മൾ എക്സ്ഹോസ്റ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ അലോക്കേഷൻ 4ലേക്ക് കിടക്കുകയാണ്. അലോക്കേഷൻ 4ലേക്ക് കിടക്കുമ്പോൾ D3 D4 രണ്ട് കോളമായിട്ട് വരും. റോ എന്നുള്ളത് O2ഉം O3യും ആയിട്ട് വരും. O3യും ആയിട്ട് വരും. O2ഉം O3യും ആയിട്ട് വരും. അപ്പോൾ 28 20 26 20. അപ്പോൾ അതിൽ നമ്മൾ 250 800 86 550 500. അപ്പോൾ നമുക്ക് P4 എന്നുള്ളത് 20 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടും. ഇനി അതേപോലെ P4 ഡിമാൻഡ് 20 ആയിട്ട് വരും. ഇനി അതുപോലെ തന്നെ അലോക്കേഷൻ 5 നോക്കുക. അലോക്കേഷൻ 5ൽ വരുന്ന സമയത്ത് D3 D4 അപ്പോൾ 550 26 20 550ഉം 26ഉം 20 ആവും സമയത്ത് സപ്ലൈ 800 P5 6 വരും. അപ്പോൾ ഡിമാൻഡ് 550ഉം 800 സപ്ലൈയാണ്. 800 സപ്ലൈയും 550 ഡിമാൻഡും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യപ്പെടും? അപ്പോൾ നമ്മൾ 550ഉം 250 550 ഡിമാൻഡും 800 സപ്ലൈയാണ്. അപ്പോൾ 550 ഡിമാൻഡ് നമുക്ക് 800 സപ്ലൈ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മാക്സിമം P5 എന്നുള്ളത് 26 സോ O3 D3 സെൽ ഈസ് സെലക്റ്റഡ്. ഇവിടെ നമ്മൾ O3 D3 സെല്ലിനെ സെലക്ട് ചെയ്യും. മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് 550 ഈസ് അലോക്കേറ്റഡ് ഇൻ ദാറ്റ് സെൽ. 550 എന്നുള്ള മാക്സിമം ക്വാണ്ടിറ്റി ആ സെല്ലിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യും. ഇനി നമ്മൾ അലോക്കേഷൻ 6ലേക്ക് പോവുകയാണ്. അലോക്കേഷൻ 6ൽ പറയുന്ന സമയത്ത് D4 O3 അപ്പോൾ 250 20 സപ്ലൈ 250 P6 20. അപ്പോൾ ഡിമാൻഡ് 250ഉം P6 20ഉം. അപ്പോൾ വേരിയസ് അലോക്കേഷൻസ് ഡൺ ഇൻ ദ ടേബിൾ ആർ ഡെപ്പിക്റ്റഡ് ബിലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേരിയസ് അലോക്കേഷൻസ് കിട്ടും. ഈ വേരിയസ് അലോക്കേഷൻസ് നമ്മൾ ടേബിളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ സപ്ലൈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് D1 D2 D3 D4 സപ്ലൈ എന്ന് പറയുന്നത് O1 O2 O3 എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 400 22 100 26 34 28 32 350 36 28 250 20 42 48 550 26 250 20. അപ്പോൾ there are 6 പോസിറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ വിച്ച് ഈക്വൽസ് ടു M+N-1. M+N-1നോട് ഈക്വൽ ആയിട്ടുള്ള 6 പോസിറ്റീവ് ഇൻഡിപെൻഡൻറ്റ് അലോക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 1 6 എന്ന് നമുക്ക് കിട്ടും. M ഈസ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് N ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. M എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസുമാണ്. ദിസ് എൻഷ്യൂർസ് ദാറ്റ് ദ സൊല്യൂഷൻ ഈസ് എ നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇതിൽ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ദെർഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 22 × 400 പ്ലസ് 26 × 100 പ്ലസ് 36 × 350 പ്ലസ് 26 × 550 പ്ലസ് 26 × 550 പ്ലസ് 20 × 250 പ്ലസ് 20 × 250 ആയിട്ടുള്ള ടോട്ടൽ 48,300 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ ഈ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടേബിളിൽ ഡിമാൻഡും സപ്ലൈ ആദ്യം ഈക്വൽ ആണോ നമ്മൾ നോക്കണം. അതിനുശേഷം നമ്മൾ പെനാൽറ്റി കണ്ടുപിടിക്കണം. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ആയിട്ടുള്ള സംഖ്യകൾ കോളം വൈസും അതുപോലെ തന്നെ റോ വൈസായിട്ടും ഓരോ കോളത്തിൻ്റെയും ഓരോ റോയിൻ്റെയും ലീസ്റ്റ് ആയിട്ടുള്ള സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കുക. അതിനെ നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ആ പെനാൽറ്റി നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പെനാൽറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പെനാൽറ്റിയിൽ നമ്മൾ മാക്സിമം പെനാൽറ്റിയും വരുന്ന കോളവും റോയും എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ട് തന്നെ ദർ ആർ 2 കോളംസ് വിത്ത് പെനാൽറ്റി ഓഫ് 10. പെനാൽറ്റി 10 വരുന്ന 2 കോളമുണ്ട്. അതിനെ നമ്മൾ ആർബിട്രറിലി നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആർബിട്രറിലി സെലക്ട് ചെയ്യുകയും അതിൽ ലീസ്റ്റ് 1 സെലക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ O1 D1നെ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടേബിൾ എന്നുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചിട്ട് ഓരോ റോയും ഓരോ കോളംസും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പെനാൽറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ പെനാൽറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 10 4 ആ 4 പോയി. ആദ്യത്തെ റോയിൻ്റെ 4 എന്നുള്ളത് പോയി. അപ്പോൾ പിന്നെ അടുത്തത് ഇത്ര വരുന്നുള്ളൂ 2 8 6 വരുന്നുള്ളൂ. രണ്ടാമത്തേൽ നോക്കി അറിയാൻ പറ്റും 2 8 6 ആണ് വരുന്നുള്ളൂ. കാരണം ഏത് പോയി? ആ 4 എന്നുള്ളത് പോയി. 4 എന്നുള്ളത് പോയപ്പോൾ ഇവിടെ ബാക്കി എത്ര വരുന്നുള്ളൂ? 2 വരുന്നുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് 10 2 0 പിന്നീട് വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? P2 P3 P4 അങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് കിട്ടും.
6 - 4 2. അതുപോലെ തന്നെ ഇവിടെ അടുത്തതിൽ 12 വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 + 2 12. അതാണ് 12 വന്നത്. അതേപോലെ തന്നെ ഓരോന്നും നമ്മൾ നോക്കുക. ഓരോന്നും നമ്മൾ നോക്കിയിട്ട് കൂട്ടിയിട്ടും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്തിട്ട് നമ്മൾ മാക്സിമം P1 P2 P3 P4 ഇങ്ങനെ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തുക. എന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. ട്രാൻസ്പോർട്ടേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് 48,300 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.